നവകേരള സൃഷ്ടിയുടെ ഭാഗമായാണ് വിവിധ മേഖലയിലുള്ളവരുമായി മുഖ്യമന്ത്രി സംവദിക്കുന്നത്. ഭിന്നശേഷി സൗഹൃദ കേരളം നവകേരള കാഴ്ചപ്പാട് എന്ന ആശയം മുൻനിർത്തിയാണ് ഇന്ന് ഭിന്നശേഷിക്കാരുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടി തിരുവനന്തപുരത്ത് നടന്നത്. പരിപാടിയുടെ സമഗ്ര വിവരങ്ങൾ വിജിൻ വായന്തോട് തിരുവനന്തപുരത്ത് നൽകും. വിജിൻ, നവകേരള സൃഷ്ടിയുടെ ഭാഗമായി വിവിധ മേഖലകളിലുള്ളവരുമായി പ്രത്യേകം മുഖ്യമന്ത്രി നടത്തുന്ന മുഖാമുഖം പരിപാടിയുടെ ഭാഗമായാണ് ഭിന്നശേഷിക്കാരുമായി മുഖ്യമന്ത്രി സംവാദത്തിലേർപ്പെട്ടത്. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിൻ്റെ കൂട്ടുത്തരവാദിത്തമാണെന്ന് മുഖ്യമന്ത്രി യോഗത്തിൽ വ്യക്തമാക്കി. കേരള സർക്കാർ ഭിന്നശേഷിക്കാർക്കായി നടപ്പിലാക്കുന്ന പദ്ധതികൾ ഓരോന്നും മുഖ്യമന്ത്രി വിവരിച്ചു. ഭിന്നശേഷിക്കാരുടെ സമഗ്ര വികസനം സമൂഹത്തിൻ്റെ പൊതു ഉത്തരവാദിത്വമാണെന്നും മറ്റുള്ളവരെ പോലെ അവരെയും ചേർത്ത് നിർത്തേണ്ടത് സമൂഹത്തിൻ്റെ പ്രധാന കടമയാണ് എന്നുമുള്ള കാഴ്ചപ്പാടാണ് സംസ്ഥാന സർക്കാരിനുള്ളത്. വിവിധങ്ങളായ സമീപനങ്ങളെയും സാധ്യതകളെയും സമന്വയിപ്പിച്ച് നിരവധി പദ്ധതികളാണ് ഭിന്നശേഷിക്കാരുടെ വികസനത്തിനായി, സമഗ്ര വികസനത്തിനായി സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം ഭിന്നശേഷിക്കാരായ 1000-ഓളം പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അവരുടെ ആവശ്യങ്ങളും അവർക്ക് വേണ്ട കാര്യങ്ങളും മുഖ്യമന്ത്രിയെ അറിയിച്ചു. തുടർന്ന് മുഖ്യമന്ത്രി ഓരോ വിഷയങ്ങളിലും കൃത്യമായ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തു. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യങ്ങൾ ഉൾപ്പെടെ ചോദിക്കാൻ കിട്ടിയ അവസരത്തിൽ എല്ലാവരും സംതൃപ്തരായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ചോദിച്ച ചോദ്യത്തിന് വളരെ അനുഭാവപൂർവ്വം എല്ലാ ഭിന്നശേഷിക്കാരെയും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭിന്നശേഷി ഗ്രാമങ്ങൾ നിലവിൽ കൊണ്ടുവരും. അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ മലപ്പുറം ജില്ലയിലും നടന്നു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും ഭിന്നശേഷിക്കാരുമായിട്ട് നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രി സംവാദം അല്ലെങ്കിൽ ഒരു ചർച്ച നടക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. As a young citizen, I am really proud of the way the Chief Minister addressed everything. അത്തരത്തിൽ നമ്മളെ കേൾക്കാൻ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെയേറെ അഭിമാനകരമായ ഒരു നേട്ടമാണ്. അത്തരത്തിൽ നമ്മളെ കേൾക്കാൻ ഭിന്നശേഷിക്കാരായ ഞങ്ങളുടെ ശബ്ദം ഇത്രയും കാലം വളരെ താഴ്ന്ന നിലയിൽ എവിടെയൊക്കെയോ ഒളിഞ്ഞു മറഞ്ഞു കിടന്നിരുന്ന ശബ്ദത്തെ ലോകത്തിന് മുന്നിലേക്ക് അവതരിപ്പിക്കാൻ, ഇത്തരം പ്രശ്നങ്ങൾ ഭിന്നശേഷിക്കാർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് തുറന്നു കാണിക്കാൻ ഒരു വലിയൊരു വേദി രാജ്യത്ത് ഒരിടത്തും കാണാത്ത രീതിയിലാണ് മുഖ്യമന്ത്രി നേരിട്ട് വിവിധ വിഭാഗങ്ങളെ വിളിച്ചു വരുത്തി സംവദിക്കുന്നത്. അവരുടെ ആവശ്യങ്ങളും കാഴ്ചപ്പാടുകളും സർക്കാരിനെ അറിയിക്കാനുള്ള വേദിയായാണ് ഈ കൂട്ടർ ഇതിനെ കാണുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ രാജ്യത്തും ലോകത്തിനും എവിടെയും ഇല്ലാത്ത ഇത്തരം ജനപ്രതിനിധികൾ തന്നെ നേരിട്ടിറങ്ങുന്ന പരിപാടികൾ കൊണ്ടും മാതൃകയാവുകയാണ് കേരള സർക്കാർ.